എന്നും പതിവ് രീതികളൊക്കെ തന്നെയാണല്ലേ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാനുള്ളത്. രാവിലെ എണീക്കുക, മുറ്റടിച്ച് വാരുക, കുളിക്കുക, വിളക്ക് കത്തിക്കുക, അടുക്കളയിലേക്ക് കയറുക, കുക്കിങ്ങും പരിപാടികളും അല്ലേ. അപ്പോൾ ഇതാ ഞാനും ഇപ്പോൾ ജോലിക്കൊന്നും പോവാത്തത് കാരണം ഇതൊക്കെ തന്നെയാണ് ഡെയിലി എൻ്റെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും. അതേപോലെ തന്നെയാണ് ഞാനും. എന്തെങ്കിലും ഇന്ന് നല്ലൊരു വാർത്ത കേൾക്കും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ പതിവ് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. 2 ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നോർമലി വെള്ളം തിളപ്പിച്ച് വെക്കുക തന്നെയാണ്. പിന്നെ നമ്മൾ ചായ വെച്ചാൻ വേണ്ടിയിട്ട് പാൽ വെച്ചിട്ടുണ്ട്. ഈ പാൽ നമുക്ക് വൈകുന്നേരം വരെ ചായക്കുള്ള പാലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും. പിന്നെ എന്താ പറയാൻ വന്നത്, എന്നും ഒരേപോലെ തന്നെയാണല്ലേ നമുക്ക് എല്ലാവർക്കും. എന്തെങ്കിലും ഒരു വല്ല 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 ചേഞ്ചും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. അതായത് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ കണ്ടോ, അത് സൂര്യൻ ഉദിച്ച് വരുന്ന ആ വെളിച്ചമാണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. ഞാനിപ്പോൾ രാവിലെ ചായ കുടിക്കാറില്ല. പകരം ഞാൻ ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിക്കുന്ന വെള്ളമില്ലേ, അതാണ് കുടിക്കുക. ഇതിപ്പോൾ തിളപ്പിക്കാൻ വെച്ച വെള്ളമല്ല കേട്ടോ, ഇന്നലത്തെ വെള്ളമാണ്. അതൊന്ന് ചൂടാക്കിയിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കും. അത് നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ വേറെ ചെമ്പിൽ വെള്ളം വെച്ചു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ ചായക്കുള്ള വെള്ളം കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും, തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ പൊടി ഇട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച്, ഇങ്ങനെയാണ് ഇവിടെ അമ്മ ഇങ്ങനെയാണ് ചായ കാച്ചുക. എനിക്ക് ഇങ്ങനെയല്ല കേട്ടോ ഇഷ്ടം. എനിക്കിഷ്ടം പാലിൽ വെള്ളം ചേർത്തിട്ട് അങ്ങനെ തിളപ്പിച്ച് പൊടി ഇടുമല്ലോ, അങ്ങനെയാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കടുപ്പത്തിനനുസരിച്ച് ആയി കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കടുപ്പൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ ഇത്തിരി പാടാണ്. പാല് കുറച്ചേച്ച് ഒഴിച്ച് നോക്കിയിട്ട് വേണം അതൊന്ന് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കട്ടൻ ചായ ആക്കി ഇതിലേക്ക് ഇനി കുറേശ്ശെ പാലൊഴിച്ച് നോക്കുകയാണ് കേട്ടോ. അതായത് അത് കളറ് എന്താ പറയുക, കടുപ്പം നോർമലായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ നോക്കുകയാണ്. എനിക്ക് മറ്റേ രീതിയിൽ തന്നെയാണ് ഇഷ്ടം. അതാകുമ്പോൾ നല്ല തിളപ്പിച്ചിങ്ങനെ ആ ഒരു തീയിലിങ്ങനെ കിടന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു ചായയില്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിന്ന് ചായക്ക് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാവ്, ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എനിക്ക് ശരിക്കും ഇഷ്ടമല്ല. പക്ഷെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആദ്യമോന് ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ചെറിയൊരു കുഞ്ഞ് കഷ്ണം ഉള്ളി മാത്രമാണ് കേട്ടോ ഇട്ടത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഉപ്പുമാവ് കൊടുക്കുന്ന സമയത്ത് ഈ ഉള്ളിയൊക്കെ ഞാനൊരു സൈഡിലേക്ക് പെറുക്കി മാറ്റി വെക്കണം. അതെനിക്ക് ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഉള്ളി ഇടാതിരിക്കാനും പറ്റില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കുകയില്ല എന്നുള്ളത് കാരണം ഞാൻ കുഞ്ഞ് ചെറിയൊരു കാൽഭാഗവും ഇല്ലയെന്ന് തോന്നുന്നത്, അത്രയും ഞാൻ ഉള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് ഒന്നാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണ്, ഉണ്ടമുളകാണ്, നല്ല എരിവുണ്ട്. അപ്പോൾ അത് കാരണം ഒന്നാണ് എടുത്തത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല, ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നോർമലി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല. നോർമൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കടുക് പൊട്ടിക്കുക. കടുക് വര. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്താ പറയുക, വറ്റൽമുളക് ചേർക്കാം ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന്. അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് തന്നെ എന്താ പറയുക, ഒന്ന് ചതച്ചെടുത്തത് ക്രഷ് ചെയ്തതൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്തും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ, കഴിക്കാൻ പറ്റണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്.
അതിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഒരു പൊട്ടിത്തെറി കൂടി. പിന്നെ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുഞ്ഞി കുഞ്ഞി ഉള്ളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള്, കുറച്ച്, ഒരുപാട് അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊഴിച്ച് ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഒഴിച്ചു. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ വെളിച്ചെണ്ണ, ആ മഞ്ഞൾപ്പൊടി, ആ മിക്സും കൂടി ഇട്ടപ്പോൾ മേലെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, നല്ലൊരു ഗോൾഡൻ കളറിൽ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ. ഉപ്പിപ്പോൾ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാമെന്ന്. ഓക്കെ, നെയ്യ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചാൽ മതി. നമ്മൾ ഉപ്പുമാവിൻ്റെ തരി ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി വീണ്ടും. ഓക്കെ, ഞാൻ ആ ഒരു പാക്കിലുള്ള ഉപ്പുമാവിൻ്റേതില്ല, അതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് അവിടുന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റായിട്ടുള്ള ഗോതമ്പിൻ്റെ ഉപ്പുമാവിൻ്റേതാണ്. അത് ഞാൻ പകുതിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാലൻസ് എന്തായാലും ഉണ്ടാകും വൈകുന്നേരം ആകുമ്പോഴേക്ക്. അത് ഞാൻ വൈകുന്നേരം ചായക്ക് കൂട്ടും, അല്ലെങ്കിൽ രാത്രി കഴിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പതിവ്. നിർബന്ധമില്ല ഇന്ന സാധനം വേണം അല്ലെങ്കിൽ ഒന്നിനോടും നിർബന്ധമൊന്നുമില്ല. ഉള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു പോയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൽ വെള്ളമൊക്കെ പാകമാണ്. ഇതൊന്ന് വേവാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് വേവട്ടെ കേട്ടോ. പിന്നെ ആദ്യമോ വന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണമല്ലോ രാവിലെ. അപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച അവൻ ലീവ് വരുന്നു കേട്ടോ. അവൻ അവിടുന്ന് വരുമ്പോൾ തന്നെ കഫക്കെട്ടും ആകെ മൊത്തം ചുമയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ 2 ദിവസം ലീവ് എടുത്ത് ഇന്നാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെച്ചു. അവനും ഇഞ്ചിയുടെ ആ വെള്ളം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അവൻ്റെ പ്ലേറ്റ്, സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ്, പിന്നെ ഇതെന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം, പിന്നെ കപ്പ്, സ്പൂണ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കഞ്ഞി ഉണ്ടാവും, ചിലപ്പോൾ കഞ്ഞി ഉണ്ടാവില്ല, പറയാൻ പറ്റില്ല എന്താണെന്നുള്ള. കപ്പ് വേണം, ചിലപ്പോൾ പാലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുടിക്കണമെങ്കിൽ കപ്പ് എന്തെങ്കിലും വേണം. പിന്നെ പാത്രമൊക്കെ ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. ശരിക്കല്ലേ ഈ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളില്ലേ, നമ്മുടെ ബി ഹാപ്പി വിത്ത് ശ്രീചേൻ്റെ ഒക്കെ വീഡിയോ ഞാൻ കാണും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓർക്കുവേ, എങ്ങനെയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന്. ഇഷ്ടമാണ്, ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കാണും കേട്ടോ. ഞാൻ എല്ലാവരും വീഡിയോയും ഞാൻ കാണാറുണ്ട്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കഴുകൽ തുടക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഉപ്പുമാവ് ഞാൻ നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എന്താ പറയുക, ഉടച്ചിടുകയാണ് കേട്ടോ. ഒന്നിങ്ങനെ എന്താ പറയുക, ചിക്കിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയാം നമുക്ക്. അങ്ങനെ ഒന്ന് ഇതാക്കി ഇടാണ്. ഈ ചൂടോടുള്ള സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുക്കാം. എന്താണ് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനിതൊക്കെ ഒന്ന് ഉടച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യമോനെ ഞാൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവന് സ്കൂളിൽ പോകാനുള്ള സമയമായി ആയിക്കൊണ്ടിരിക്കുന്നു. 8:20 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. 8:30, 35, 40, ചിലപ്പോൾ 3:45 ആ സമയമൊക്കെ ആകുമ്പോൾ വണ്ടി വരും. പിന്നെന്താ, ഇന്നത്തെ ദിവസം അവന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം വേറെ ഒന്നല്ല, അന്ന് ബുധനാഴ്ച കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ദിവസമാണ് അത് തന്നെ. ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഈ ബുധനാഴ്ചകളിൽ കളർ ഡ്രസ്സ് ഇടാമെന്നുള്ള നിയമമൊന്നും ഇല്ലായിരുന്നു. ആകെ കൂടെ കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ഒരേ ഒരു ദിവസം ബർത്ത്ഡേ വരണം. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ വരുന്ന ദിവസം എന്താ പറയുക, സ്കൂൾ പൂട്ടിയ സമയത്താണ്. ഏപ്രിൽ 6-ാം തീയതി, സ്കൂളില്ലാത്ത സമയത്ത്. ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരും കളർ ഡ്രസ്സൊക്കെ ഇട്ട് വരും, നമുക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. കുഴപ്പമില്ല, ഇപ്പം എന്തെല്ലാം കണക്കാം. അപ്പോൾ നമ്മൾ ആദ്യമോനുള്ള ഉപ്പുമാവ് എടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ കുറച്ച് ഇത്രയും എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, അവൻ കഴിക്കുന്നില്ല. എന്താ ചെയ്യുക ഇനി വിശപ്പുണ്ടാകാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത് ഇപ്പോൾ അവന് തീരെ വയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ, നല്ലോണം കഫം കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പഴം ഉണ്ടായിരുന്നു, പഴം കൊടുക്കുകയാണ് അവന്. പഴത്തിൻ്റെ മേലെ നല്ല വൃത്തിയായിട്ടിരിക്കണം, അതായത് തൊലീൻ്റെ മേലെ നല്ല ഓവറായിട്ട് പഴുക്കുമ്പോൾ ഉണ്ടാകുന്ന കറുപ്പ് കുത്തുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പഴമൊന്നും ആശാൻ കഴിക്കില്ല. അത് പൊതുവേ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. തൊലി പൊളിച്ചപ്പോൾ ഓവറായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ ചില ഭാഗത്ത് ഇത്തിരി ഒരു അടയാളം ഉണ്ടായിരുന്നു, നേരെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് വേണ്ട എന്ന് പറഞ്ഞതാണ് നേരത്തെ കണ്ടത്. ഞാൻ എന്താക്കി അത് മെല്ലെ ഒഴിവാക്കിയിട്ട് ആളെ തീറ്റിച്ചു കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു, കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. ആൾ അമ്മച്ചൻ്റെ കൂടെ താഴേക്ക് വണ്ടി കയറാൻ വേണ്ടി പോയി കേട്ടോ. അവൻ പോയതിന് ശേഷം നമ്മൾ മൂന്നാളും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ് ആസ് യൂഷ്വൽ. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കണം. അതെന്താണെന്നറിയോ, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. ഹായ്, നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ, ചായ കുടിച്ചു. ഇപ്പോൾ ഷീറ്റ് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇത് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അച്ഛൻ. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇല്ലാത്തത് എന്നുള്ളത് എഴുതാണ് കേട്ടോ നമ്മുടെ ബുക്കിൽ. സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊന്ന് എഴുതട്ടെ. ഇങ്ങനെ ഷീറ്റ് എഴുതുന്ന പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? ഞങ്ങളുടെ അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ പിന്നെ എല്ലാവരും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരാൻ ആ സമയമാകുമ്പോഴേക്ക് വാട്സപ്പിൽ ഇട്ടോളൂ, എന്താ വാങ്ങിക്കേണ്ടത് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറയുന്ന ആ ഒരു രീതിയാണല്ലോ അല്ലേ. എൻ്റെ അച്ഛന് ടച്ച് ഫോണൊന്നുമില്ല, അത് കാരണം ഷീറ്റ് എഴുതി കൊടുക്കുക ചെയ്യുക കേട്ടോ കയ്യിൽ. പിന്നെ ഇത് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റേഷൻ അരിയാണ്. ഇത് മോന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിയാണ് കേട്ടോ. നല്ല മണമാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ ഐക്കാർട്ടിലും എടുക്കാം. സ്പെഷ്യൽ എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലുള്ള സ്മെല്ലുകളോടുള്ള ഇഷ്ടം. അപ്പോൾ ഇത് ഇന്നലെ അലക്കിയിട്ടിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. മഴ ചാറുന്നുണ്ട് എന്നാൽ വെയിലും ഉണ്ട്, രണ്ടും കൂടിയൊക്കെ ആയിട്ടാണ്. എന്തായാലും വേണ്ടില്ല, ഇതൊക്കെ ഉണങ്ങിയെടുക്കണമല്ലോ, ഉണക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെല്ലെ ഇതൊക്കെ എടുത്തിട്ട് എന്താ പറയുക, അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഇപ്പുറത്തെ സൈഡിൽ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അയലിലേക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളേൻ്റെ അടുത്തുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ലേ, അതിൻ്റെ മേലെ കായ ഉണ്ടായിട്ടോ, ആദ്യമായിട്ടുണ്ടായതാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ആളെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ, പുഴുവിൻ്റെ കണ്ണിലൊന്നും പെടാതെ. ഇതിന് മുൻപേ കുറേ പ്രാവശ്യം പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒക്കെ വീണ് പോയതാണ്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിൽ, ആ പൂവിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി കായ കൂടെ ഉണ്ട് കേട്ടോ. ഞാനത് മാത്രമായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആദ്യമായിട്ടുണ്ടാക്കിയത്. ഇതാണ് ആദ്യമായിട്ടുണ്ടായതെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ആ പച്ച നമ്മൾ സൈഡിൽ കൂടെ വിരിച്ചിട്ടുള്ള തുണിയില്ല, അതിൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ, അവിടുന്ന് ഇനി താഴെ വീഴാൻ തുടങ്ങിയൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി കായ ഉണ്ട് കേട്ടോ, കണ്ട. ഇതും ഇങ്ങനെ 3 ഇപ്പം നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരുടെ മെയിനായിട്ടുള്ള വില്ലനാണ് മക്കളെ ആ പോകുന്ന ആൾ. എന്താ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവനെ തൊപ്പപ്പുഴു എന്ന് പറയാം, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക ഒന്ന് പറഞ്ഞു തരുമോ? ഇത് കണ്ടോ, ഇലേൻ്റെ മേലെ മൊത്തത്തിലുണ്ട്. ഇവൻ ചത്തുപോയി എന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയില്ലേ ഈ ഇലേൻ്റെ മേലെ ഇങ്ങനെ വെള്ളം വന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചോറിന് വെള്ളം വെച്ചത് ഈ പാത്രത്തിലാണ് കേട്ടോ. വലിയ ചെമ്പിലൊന്നും നമുക്ക് ചോറിൻ്റെ ആവശ്യമില്ല. അടുപ്പാണെങ്കിൽ കത്തണ്ടേ എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ കത്തുന്ന ഒരു അടുപ്പാണുള്ളത്. അപ്പോൾ ഷീറ്റിൽ ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഓരോ ഭാഗത്തേക്ക് ഒതുക്കി വെക്കണം.
അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഉപ്പേരി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് അറിയാം, കർമൂസ. കർമൂസ പറഞ്ഞിട്ടുണ്ട് എന്താ, പപ്പായ. പപ്പായന് നിങ്ങൾ കർമൂസ എന്നൊക്കെയാട്ടോ പറയാം ഞങ്ങളുടെ നാട്ടിലേക്ക്. അപ്പോൾ ഇതാ തേങ്ങയും ഒക്കെ കൂടെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ പപ്പായേൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പച്ച പപ്പായാണ്, നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് തിരുമ്മുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു എളുപ്പപ്പണി ചെയ്യുന്നുണ്ട്, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ. ഇതിലേക്കും നമ്മൾ കടുക് വറവിടണം, നമ്മുടെ ഈ കാണുന്ന പച്ചക്കറിയിലേക്കും കടുക് വറവിടണം. അപ്പോൾ ഞാൻ പച്ചക്കറീൻ്റെ അകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി കൂടി ചേർത്തിട്ടാണ് വറവിടുന്നത്. ഒറ്റൊരു ട്രിപ്പിൽ രണ്ടെണ്ണത്തിലേക്കും കൂടിയുള്ള വറവ് ഞാനിവിടെ സെറ്റാക്കുകയാണ് കേട്ടോ. അതായത് താളിക്കാൻ വേണ്ടിയിട്ട്, സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ കുറച്ച് അധികവും കടുക് കുറച്ച് അധികവും എടുത്തിട്ടുണ്ട്. പൊട്ടി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, അതിലേക്ക് ഉള്ളി മുറിച്ചിട്ടിട്ട് ഉള്ളിയും കുറച്ച് കടുകും വെളിച്ചെണ്ണയും കൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. ബാക്കി ബാലൻസ് ഉള്ള വെളിച്ചെണ്ണ കടുക് മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഉപ്പേരി മാതിരി ഉണ്ടാക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഓൾറെഡി അതിലൊക്കെ വെള്ളം ഉള്ളത് കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. കുറച്ച് മാത്രം ഞാൻ ആ ജാറിൻ്റെ അകത്ത് വെച്ചിട്ട് ഉള്ള വെള്ളം മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, നോക്കിയതിന് ശേഷം. പിന്നെ നമ്മളൊരു പപ്പടവും കൂടി കാച്ചുന്നുണ്ട് കേട്ടോ. ഒന്നല്ല, നമുക്ക് എല്ലാവർക്കുള്ള പപ്പടം കാച്ചുന്നുണ്ട്. അതിന് ശേഷം എന്താ പരിപാടി, ഇതേപോലെ നമുക്ക് ചോറെടുത്ത് കഴിക്കാം. അച്ചാറുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ അച്ചാറെടുത്തില്ല. ചോറ് കഴിക്കണം. ചോറ് കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാത്രങ്ങൾ എല്ലാം തന്നെ കഴുകി വെക്കണം. എപ്പോഴും ഉള്ള പരിപാടികളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞേരം മുറ്റത്തേക്ക് ഇറങ്ങി. കണ്ടോ, ഇത് എൻ്റെ നല്ല അടിപൊളി മണി പ്ലാന്റ് ഇരുന്നു. ഇതിന് വലിയൊരു കഥയുണ്ട് എൻ്റെ പുറകിൽ. ഒരിക്കലും ഞാൻ മറക്കൂല. അങ്ങനത്തെ ഒരു കഥ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവനാകെ വലുതായിട്ടുണ്ട്, പക്ഷേ എന്തോ ഞാൻ കോലായിലിരുന്നു, സിറ്റ് ഔട്ടിലിരുന്ന് വെച്ചത്. അവിടുന്ന് ഞാൻ എടുത്തപ്പോൾ പുറത്തേക്ക് വെച്ചപ്പോൾ ഒന്ന് ഇത്തിരി റെഡി ആയിട്ടുണ്ട്, നല്ല വാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സോപ്പും കാര്യങ്ങളും എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത് കാരണം കറ്റാർവാഴ മസ്റ്റായിട്ടുള്ള സാധനമാണ്. അപ്പോൾ കറ്റാർവാഴ നന്നായിട്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല വണ്ണമുള്ള എന്താ പറയുക ലീഫായിരുന്നു നമുക്ക് കിട്ടാറുള്ളത്. ഇപ്പം ഇങ്ങനെ മഴ കാരണമേ ഇങ്ങനെ ചീഞ്ഞ് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചിലപ്പോൾ പൊട്ടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെക്കും, എന്തെങ്കിലും ഹെയറിലിടാനോ സോപ്പ് ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട്. കണ്ടോ, ഈ കറ്റാർവാഴേൻ്റെ മേലെ ഒരു ബ്ലാക്ക് കളർ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, കറ്റാർവാഴ ഇങ്ങനെ ലീഫ് ഇങ്ങനെ പൊട്ടി തന്നാലെ പോകുന്നു എന്ന്. കണ്ടോ, അതേപോലെയാണ് ഇപ്പോൾ ഇത്. പിന്നെ വേറൊരു പാത്രത്തിലും ഇതേപോലെ ഇത് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ കട്ട് ചെയ്ത് തന്നതാണ്. വെറുതെ ഒന്നിട്ട് നോക്കുക, ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് തന്നതാട്ടോ. അത് കുഴിച്ചിട്ടപ്പോൾ അത് ഇത്രയും കറ്റാർവാഴ ലീഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവനെ ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് പെറുക്കി കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ. അങ്ങനെ അവസാനം അവൻ ഉണ്ടായിരിക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ നീല ശംഖുപുഷ്പമല്ലേ, അത് എന്തൊരു റയറായിട്ടുള്ള സാധനമാണെന്നറിയാം. ഇത് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഉണ്ടായിക്കോളും. ഞാൻ ഒരുപാട് വിത്തൊക്കെ പെറുക്കി കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഇട്ടു. പക്ഷേ കോഴി ഉള്ളത് കാരണം, നമ്മളല്ല അടുത്ത വീട്ടിലെ കോഴിയാണ് ഉള്ളത് കാരണം, ഈ വിത്തുകൾ അങ്ങനെ നിലത്ത് കാണുമ്പോൾ അവർ കൊത്തി കഴിക്കുമല്ലോ. ഇതെങ്ങനെയോ ഒന്ന് മുളച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ മേലെ 3-4 കായ ഉണ്ടായിട്ടുണ്ട്. ആ എഴിഞ്ഞു പോകുന്നവൻ ഇവരുടെയും വെല്ലം തന്നെയാണ്. കണ്ടു, ഇതിൻ്റെ മേലുള്ള ഇലയിൽ മൊത്തം വന്നിരുന്നിട്ട് ഇലയൊക്കെ തിന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ ആശാൻ വന്നു കേട്ടോ, സ്കൂൾ വിട്ടിട്ട്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് കളറൊക്കെ ഇട്ടിട്ട് പോവാമല്ലോ. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേല് കഴുകാതി എന്ന് പറഞ്ഞാൽ കഴുകുമല്ല, അവനവൻ്റേതായിട്ടുള്ള കുറേ കളികൾ കളിക്കാനുണ്ട്. ഇന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് നേരം ഒരു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കുറേ നേരം കളിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് നല്ലോണം വിയർത്തു. രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയതും പിന്നെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൂടി കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നന്നായിട്ടൊന്ന് വിയർത്തു. പിന്നെ അത് മാത്രമല്ല, ബോൾ വന്ന് തട്ടിയത് എൻ്റെ ഫോൺ വെച്ച സ്റ്റാൻഡിൻ്റെ മേലെയാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് മറിഞ്ഞ് കെട്ടി വീണുവെന്ന്. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുങ്ങിയെന്നല്ലാതെ വീണില്ല കേട്ടോ, ഭാഗ്യത്തിന്. അങ്ങനെ നമ്മളിങ്ങനെ ഫുട്ബോൾ കളിക്കുകയാണ്. ഇവന് നല്ലൊരു എയർ നമ്മൾ പമ്പ് ചെയ്തിട്ടുള്ള വലിയ ബോളിൽ അങ്ങനത്തെ ബോൾ ഉണ്ടായിരുന്നു. അത് എന്തോ ആയിപ്പോയി, കീറിപ്പോയതോ അങ്ങനെ എന്തോ ഒന്ന് പറ്റിപ്പോയി. അപ്പം നമ്മളിങ്ങനെ കളിക്കും, അതൊക്കെ തന്നെ. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും മേലെ കഴുകി. അവൻ്റെ രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, അത് കഴിക്കുകയാണ് കേട്ടോ.
ചോറ് കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല വൈകുന്നേരം വന്നിട്ട്. പിന്നെ സന്ധ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിച്ചു. ചായക്ക് ബിസ്ക്കറ്റുകൾ പലവിധം ഉണ്ട്, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് എന്താ പറയുക, കപ്പ വറുത്തതില്ലേ അതാണ്. അപ്പം അതും കൂട്ടിയിട്ട് ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ ഹോം വർക്ക് ചെയ്യാനിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. ഞാനൊരു വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വലിയ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എനിക്ക് നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ അറിയോ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് പറയാം കേട്ടോ. കാരണം ഇതൊരുപാട് ലെങ്തി വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.